നമ്മുടെ ഹൃദയം യേശുവിന് കൊടുക്കാം. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പൗലപ്പോസ്തലൻ എഴുതുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-8 വചനങ്ങളിലെ എനിക്ക് ലാഭമായത് ഒക്കെയും പൗലോസ് എഴുതുന്നു, ക്രിസ്തു നിമിത്തം നാം ഛേദമായി ഞാൻ എണ്ണുന്നു. അവനാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ, അവന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ട്. I consider everything loss which are I considering gain in Christ. യേശുവിന് വേണ്ടി നാം ലാഭമായി കരുതിയത് ഒക്കെയും പൗലോസ് എഴുതുന്നു, ഛേദമായി ഞാൻ കരുതുന്നു, നഷ്ടമായി കരുതുന്നു. മൂന്നാമത്, യേശു ഒരുത്തന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, സങ്കീർത്തനം 40-8 വചനത്തില് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഹൃദയത്തിലെ ന്യായപ്രമാണത്തിന്റെ ഫലം പുറപ്പെടും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, സങ്കീർത്തനക്കാരൻ എഴുതുന്നു, എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ദൈവവചനം ദാവീദ് രാജ എഴുതുന്നു, ക്രിസ്തു എന്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് ദൈവവചനം എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ദൈവം തീഷ്ണനാകയാൽ ദൈവകാര്യത്തിൽ നമുക്കും തീഷ്ണത ഉണ്ടാകും. അത് ന്യായപ്രമാണത്തിന്റെ ഫലമാണ്. ദൈവവചനം നിന്റെ ഉള്ളിൽ വരുമ്പോൾ, കൊലോസ്യർ 1:27 പൗലോസ് എഴുതുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ വെളിയിലല്ല, നിന്റെ ഉള്ളിൽ. നിന്റെ ഉള്ളിൽ ക്രൈസ്റ്റ് ഇൻസൈഡ് യു. അപ്പോൾ നീ തീർത്ഥാടന കേന്ദ്രം പോകത്തില്ല, വേളാങ്കണ്ണിക്ക് ട്രിപ്പ് പോകത്തില്ല. യേശു നിന്റെ ഉള്ളിൽ. നീ കുരിശുമല ചവിട്ടാൻ പോകത്തില്ല, യേശു നിന്റെ ഉള്ളിൽ. നീ ഇടത്തുവയിൽ മാർച്ചു പോവുകയില്ല, നീ മല കയറുകയില്ല ദൈവത്തെ അന്വേഷിച്ച്. യേശു നിന്റെ ഉള്ളിൽ. തീഷ്ണതയുള്ള ദൈവം നിന്റെ ഉള്ളിൽ വരുമ്പോൾ ദൈവ കാര്യത്തിൽ ദൈവ പൈതലെ നീയും തീഷ്ണനാണ്. എലിജ പ്രവാചകൻ കാർമേൽ പർവ്വതത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന, ഏ മനുഷ്യ ജാതിയെ, ബാൽ ദൈവമാണെങ്കിൽ അവനെ കുമ്പിടുവിൻ, യഹോവ ദൈവമാണെങ്കിൽ അവനെ കുമ്പിടുവിൻ, 2 തോണിയിൽ കാല് പതിക്കരുത്. കാർമേൽ പർവ്വതത്തിൽ കയറിപ്പോയി പ്രാർത്ഥിച്ച്, ലെറ്റ് ദ ഫയർ കം ഡൗൺ, ഐ ആം യുവർ സെർവന്റ് ഓ ലോർഡ്, ഞാൻ അങ്ങയുടെ ദാസൻ, തീ ഇറങ്ങട്ടെ. തീ ഇറങ്ങി. ഈ സ്ഥലം കാണാൻ ദൈവം 2 മാസങ്ങൾക്ക് മുമ്പ് ഭാഗ്യം തന്നു. അവിടെ എലിജ പ്രവാചകന്റെ ഒരു ശില്പം അവിടെ വെച്ചിട്ടുണ്ട്. 450 വരെ തലവെട്ടിയ സ്ഥലം ഞാൻ നേരിൽ പോയി കണ്ടതാണ്. നിന്ന് പ്രാർത്ഥിച്ച സ്ഥലം, കാൽപതിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നതാണ്. അപ്പോൾ ജനം നിലവിളിച്ച്, യഹോവ തന്നെ ദൈവം. ഇവനും ഒരു ദൈവമല്ല, ഇവൻ തന്നെ ദൈവം. ക്രിസ്തുവും ഒരു ദൈവമല്ല, ക്രിസ്തു തന്നെ ദൈവം. സങ്കീർത്തനം 86:10 ദാവീദ് രാജ എഴുതുന്നു, അവൻ മാത്രം കർത്താവാകുന്നു. ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വന്നാൽ ന്യായപ്രമാണം നിന്റെ ഉള്ളിലാകും. മഹത്വത്തിന്റെ പ്രത്യാശയായ യേശു നിന്റെ ഉള്ളിൽ. അപ്പോൾ നിന്റെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ നേട്ടം അതാണ്. ഏവൻ വന്ന് എന്തെങ്കിലും പറഞ്ഞാലും നീ വിട്ടുകൊടുക്കത്തില്ല. കാരണം നിന്റെ അകത്തെ ഉള്ള മനുഷ്യൻ സ്ട്രോങ് ആണ്.
ഇന്നും ഓട്ടമാണ്. അഭിഷേകമുണ്ടെന്ന് പറയും, അന്യഭാഷ ഉണ്ടെന്ന് പറയും, ഭയങ്കര പ്രാർത്ഥന എന്നൊക്കെ പറയും. പക്ഷെ നിലനിൽപ്പില്ല, സ്ട്രോങ് ഇല്ല, അകത്തെ മനുഷ്യനിൽ ബലമില്ല. ഇന്ന് ലോകം എമ്പാടും നാറിക്കൊണ്ടിരിക്കുന്നത് ദുരുപദേശം, കള്ളപ്രവചനം, ജനത്തെ തമ്മിൽ തമ്മിൽ അടിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രവാചകൻ കയറി വന്നു. കുറച്ച് മാസമായി. അയാളെ ഞാൻ 10 ആണ്ടുകൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്, 10 വർഷത്തിന് മുമ്പ്. അന്നുള്ള സുന്ദർ സിംഗ് അല്ല ഇന്ന് വയറൊക്കെ പോയി, കവളൊക്കെ പോയി, 12 കിലോ കുറഞ്ഞു. അന്ന് 83 കിലോ, ഇന്ന് 71 കിലോ. ഇയാൾ അന്ന് എന്നെ കണ്ടിട്ടുണ്ട്. ഇന്ന് കണ്ടപ്പോൾ അയാൾക്ക് ഷാക്ക് അടിച്ചതുപോലെ. അപ്പൊ ഉള്ളിൽ തന്നെ ചിന്തിച്ച്, ഇവന് എന്തോ രോഗമുണ്ട്. പ്രവാചകനാണ്. അപ്പൊ അങ്ങ് പ്രവചിക്കാൻ തുടങ്ങി. സുന്ദർ സിംഗ്, നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു ഭയങ്കര രോഗമാണ്. ശുശ്രൂഷ ഇനി കുറച്ചു നാളെ ഉള്ളു, ചത്തുപോകും, ഇനി നാളുകളില്ല. ഞാനൊന്ന് ആലോചിച്ച്, ഇതൊക്കെ ശരിയാണോ? അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആകണം. നിന്റെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയാൽ കള്ളപ്രവചനവും ദുർവ്യാഖ്യാനവും ഫലിക്കുകയില്ല. നമുക്കൊരു സ്ഥലമുണ്ട്, യേശുവിന്റെ സന്നിധി. ഞാൻ അവനോട് സംസാരിക്കുന്ന ആളാണ്. കർത്താവിന് അരുളി ചെയ്ത്, ഈ പയല് കള്ളപ്പയലാണ്, ഇവനെ വീട്ടിൽ കയറ്റരുത്. അത് ഇനി 24 മണിക്കൂറിൽ തെളിയും. എനിക്ക് തടതടാ ഫോൺ കാളുകൾ. ഞാൻ CSIയിൽ മാത്രം ഇങ്ങനെ കറങ്ങി പ്രസംഗിക്കുന്ന ആളായിരുന്നു. ഇന്ന് എനിക്ക് വരുന്ന കാൾ ലെറ്റേഴ്സ് പെന്തക്കോസ്റ്റ് സഭകളിൽ നിന്നാണ്. ഫെയ്ത്ത് ലീഡേഴ്സ് ഓഫ് ചർച്ച് ഓഫ് ഗാഡ്, IPC. അയാൾ പ്രവചിക്കുന്നു, നിങ്ങൾക്കിനി മിനിസ്ട്രി ഇല്ല, ചത്തുപോകും. പക്ഷെ എനിക്ക് ഇൻവിറ്റേഷൻ അവിടെ നിന്ന് വരുന്നു. ഇനി ഈ കൂട്ടം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ബിലീവേഴ്സ് ചർച്ചിന്റെ മെത്രോപൊളിറ്റൻ ഹിസ് എക്സലൻസി റൈറ്റ് റവറൻഡ് ഡോക്ടർ KP യോഹന്നാൻ പ്രസംഗിക്കുന്ന ഫൈനൽ യോഗത്തിൽ സുന്ദർ സിംഗ് പ്രസംഗിക്കും. ദൈവം അന്ന് തന്ന ചാൻസ് ആണ്. ഈ കള്ളപ്രവാചകൻ വന്ന് പറഞ്ഞ അതേ നാൾ അമേരിക്ക ഫ്ലോറിഡ CSI പള്ളിയിൽ നിന്ന് എനിക്കൊരു ഫോൺ, ജൂൺ മാസം ഞങ്ങളുടെ ആനുവൽ കൺവെൻഷനിൽ സുന്ദർ സിംഗ് വരണം. ഈ കള്ളപ്രവചനം പറഞ്ഞ അതേ നാൾ CSI സെൻട്രൽ കേരള ഡയസിസിൽ നിന്ന് പാസ്റ്റോറൽ ബോർഡ് സെക്രട്ടറി അഭിഷക്തൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജ് അച്ഛൻ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ ഡയസിസ് കൺവെൻഷൻ 8 ദിവസം, 7 ദിവസം ബിഷപ്പന്മാർ, 8ാം നാൾ സുന്ദർ സിംഗ് വന്ന് പ്രസംഗിക്കണം. ഞാനൊരു പെരമ്പെടുത്ത് ഈ കള്ളപ്രവാചകനെ അടിച്ചോട്ടിക്കാൻ ഓടി. ഇനി ഇങ്ങോട്ട് വരത്തില്ല, ഈ തെക്കൻ മേഖലയിൽ വരത്തില്ല. ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീടിനെയും കുട്ടിച്ചുവരാക്കുവാൻ ദുർഉപദേശവും ദുർപ്രവചനവും കൊണ്ട് ജീവിക്കാൻ വേണ്ടി, വയറു വളർക്കാൻ വേണ്ടി കയറി ഇറങ്ങുന്നവന് ഓട്ടി വിടുവാൻ നിങ്ങൾ അകത്തെ മനുഷ്യനിൽ ശക്തിയുള്ളവരാകണം. Be strengthened in your inner man. എങ്കിൽ ഒരുത്തൻ എന്നെ കളിപ്പിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനകനോട് ബലമർന്നു നീ ഞങ്ങൾക്കായി ദീനം പ്രതി പക്ഷവാദം ചെയ്ത് ജീവിച്ചിടുന്ന, ദീനം പ്രതി പക്ഷവാദം ചെയ്ത് ജീവിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഇങ്ങനെ പാടിയാൽ പോരാ. കൈതട്ടി ഉത്സാഹത്തോട് അവിടെ നോക്കി നിൽക്കുന്ന അമ്മമാർ കൂട്ടത്തോട് കൂട്ടമായി ചേർന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ് പാടുമ്പോൾ യേശു നമ്മുടെ അടുക്കൽ വന്ന് നിങ്ങളെ ഉമ്മ വയ്ക്കും.
Ragala dandanadaba, Lanjana, Shagala dandanadaba, Ragala dandanadaba, Ragala dandanadaba, Lanjana, Shagala dandanadaba, Ragala dandanadaba, Lajabara, Shala dandanadaba, Lajaba, T, 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 கட்டுகள் பொட்டட்டு, கட்டுகள் பொட்டட்டு, கட்டுகள் பொட்டட்டு. ஹிருதயம் துறக்குக, பூட்டியிட்ட ஹிருதயம் இயேசுவினை ஏൽപ്പിച്ചു കൊടുക്കുക. പൂട്ടിയിട്ട ഹൃദയം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളിൽ അവൻ, നിന്റെ ഉള്ളിൽ അവൻ, നിന്റെ ഹൃദയത്തിൽ അവൻ. ഹല്ലേലൂയ. യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ, യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ, യേശുവേ നിലവിളിച്ചാട്ടെ. വാട്ടറന്ന് 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 യേശുവേ. നിന്റെ ഉള്ളിൽ യേശു വന്നാൽ കള്ളപ്രവചനം ഫലിക്കുകയില്ല, ദുരുപദേശം ഫലിക്കുകയില്ല, മാന്ത്രികം യേശുകയില്ല, അന്ധകാരം നിന്റെ വീട്ടിന്റെ വാതിൽക്കൽ പോലും വരികയില്ല. Therefore, my brother and sister, strengthen your Lord, strengthen in the Lord. ദൈവത്തിൽ ധൈര്യപ്പെടുക, അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുക. ടീ 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 ടീ. മാന്ത്രിക കെട്ടുകൾ പൊട്ടുന്നതാ, മാന്ത്രിക കെട്ടുകൾ പൊട്ടുന്നതാ, കട്ടികൾ അപ്രതീക്ഷിതമാകുന്നതാ. യേശുവിൻ നാമത്തിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ചിന്തകൾ മാറിപ്പോകുന്നതാ. ഇവിടെ യുവാക്കളിൽ ഭാവിയെ തകർക്കാൻ വന്നുകൂടുന്ന ചില ദുഷിച്ച ചിന്തകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകുന്നതോ. തീറങ്ങുന്നേ, തീറങ്ങുന്നേ. 4 ക്യാൻസർ രോഗികള് തുടർച്ചയായി ചികിത്സയെടുത്ത് ആയിരിക്കുന്ന 4 ക്യാൻസർ രോഗികള് യേശു ഇപ്പോൾ തൊടുന്ന് സഭയ്ക്ക് നൽകുന്നു. മക്കളില്ലാത്തവർ വയറിൽ കരം പതിച്ചു കൊള്ളുക. മറ്റവർ കൈകളെ ഉയർത്തി കൈകളെ തട്ടി രാജാവിന് നന്ദി പറയുക. തീ ഇറങ്ങുന്നതാ. അബോർഷൻ മാറിപ്പോകുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിൽ മർമ്മമായിരിക്കുന്ന നിങ്ങളുടെ ചികിത്സ യേശു നിങ്ങളെ തൊടുന്നു. ജീവന്റെ കരം, ജീവന്റെ കരം, ജീവന്റെ കരം. യേശപ്പാ, ഒരു കുഞ്ഞിനെ വച്ചയക്കണമേ, ഒരു കുഞ്ഞിനെ ഇപ്പോൾ വച്ചയക്കണമേ. Kindly put the child in now, now, ഇപ്പോൾ, ഇപ്പോൾ, ഇപ്പോൾ അങ്ങയുടെ അത്ഭുത കരം തൊട്ട് കുഞ്ഞിനെ വച്ചയക്കണമേ. ടീ 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 അഭിഷേക ടീ. ജനങ്ങളുടെ വലമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള, നീയെല്ലാം ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയെല്ലാം ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ദിവ്യ സമ്പത്തേശുവേ. ക്രിസ്തു ഉള്ളവൻ ആർ? തന്റെ ഹൃദയം ക്രിസ്തുവിന് ഒഴിഞ്ഞുകൊടുത്തവൻ ക്രിസ്തു ഉള്ളവൻ. അവൻ മറഞ്ഞിരിക്കും, അവനിൽ ക്രിസ്തു വെളിപ്പെടും. അവന് ലാഭമായി അവൻ കരുതിയത് ഒക്കെയും ക്രിസ്തു നിമിത്തം അവൻ അന്നു മുതൽ നഷ്ടമായി കരുതും. പ്രിയോറിറ്റി യേശുവിന് അവൻ നൽകും.
ക്രിസ്തു ഉള്ളവൻ, അവന്റെ ഹൃദയം ക്രിസ്തുവിന് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അകട്ടെ മനുഷ്യൻ ബലം പ്രാപിക്കും. നിന്റെ അന്യഭാഷ നിന്നെ സഹായിക്കാത്തത്, നീ അഭിഷേകമെന്ന് പറഞ്ഞു നടക്കുന്നത് നിന്നെ സഹായിക്കുന്നത് യേശു നിന്റെ ഉള്ളിൽ വരുമ്പോൾ, നിന്റെ അകട്ടെ മനുഷ്യൻ ബലം പ്രാപിക്കുമ്പോൾ ദുരുപദേശം, കള്ളപ്രവചനം, നിനക്ക് വിരോധമായുള്ള അമ്പുകൾ ഇതാണോ അതാണോ അതാണോ ഇതാണോ എന്നുള്ള ചാഞ്ചാട്ടം മാറിപ്പോകും. രക്ഷ ക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് 2-4 വചനത്തിൽ എഴുതുന്നു. ഈ രക്ഷ ചെറിയ രക്ഷയല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന രക്ഷ വലിയ രക്ഷയാണ്. കൈകളെ ഉയർത്തി പറയുമോ? ക്രിസ്തു തന്ന രക്ഷ പോരാ പോരാ പോരാ. ക്രിസ്തു തരുന്ന രക്ഷ വലിയ രക്ഷ. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ക്രിസ്തു മുഖാന്തരം ലഭ്യമാകുന്ന രക്ഷ വലിയ രക്ഷ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 1 പത്രോസ് 1-9 പ്രകാരം ഈ രക്ഷ ആത്മരക്ഷയാണ്. ആകയാൽ ഇത് വലിയ രക്ഷ. ഈ രക്ഷയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തിയിൽ 20:28 ദൈവം ചൊരിഞ്ഞത് തന്റെ സ്വന്തം രക്തമാണ്. ആകയാൽ ഈ രക്ഷ പ്രിയമുള്ളവര് വലിയ രക്ഷയാണ്. യോഹന്നാൻ 3:16 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവന് രക്ഷയാണെങ്കിൽ അവിടെ ക്ലിയറായി ദൈവാത്മ വെളിപ്പെടുത്തുന്നു, വിശ്വസിക്കാത്തവന് മുമ്പിൽ ഉള്ളത് നാശമാണ്. രക്ഷ മാത്രമല്ല, ഇതിനെ നിരസിച്ചാൽ നിന്റെ മുമ്പിലുള്ളത് നാശമാണ്. ആകയാൽ ഇത് വലിയ രക്ഷയാണ്. ഈ രക്ഷയ്ക്ക് പിതാവ് മറുവിലയായി കൊടുത്തത് 1 പത്രോസ് 2-4 വചനത്തില് തന്റെ മകനെയാണ്. ഹല്ലേലൂയ. Father in heaven, for your salvation, my brother and sister, he gave as a ransom sacrifice for your redemption from sin his only begotten son Jesus Christ. തന്റെ ഏക സന്താനത്തെ സ്വർഗത്തിൽ നിന്ന് പിടിച്ച് തള്ളി അവൻ നിനക്ക് വേണ്ടി അവനെ തകർത്ത് കളഞ്ഞു. The price paid for your salvation is greater. Therefore, the salvation is greater. വലിയ രക്ഷ. ഈ രക്ഷ അല്പരക്ഷയല്ല, നിത്യ രക്ഷയാണ്. ഐശായ 45:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിത്യ രക്ഷ. ആകയാൽ ഇത് വലിയ രക്ഷ. പലർക്കും ഭക്തി ഉണ്ട്, രക്ഷയില്ല. മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായോ? ഭക്തി അല്ല രക്ഷ. യേശുവിന്റെ മുമ്പിൽ ലൂക്കോസ് സുവിശേഷം 17 10 കുഷ്ഠരോഗികൾ, ഒരുത്തൻ സമരിയക്കാരൻ, 9 യഹൂദന്മാർ വന്നു മുട്ടുകുത്തി. യേശു 10 പേരെയും സൗഖ്യമാക്കി. 19 വചനം പഠിപ്പിക്കുന്നു, മടങ്ങി വന്ന് മഹത്വം കൊടുത്തത് അന്യജാതിക്കാരനായ സമരിയക്കാരൻ മാത്രം. അവനോട് യേശു കൽപ്പിക്കുന്നു, നീ ദൈവത്തിന് മടങ്ങി വന്ന് മഹത്വം കൊടുത്തതാകയാൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 9 പേർക്ക് ഭക്തി ഉണ്ടായിരുന്നു, രക്ഷ ഉണ്ടായിരുന്നത് ഒരുത്തന് മാത്രം. ഭക്തി അല്ല രക്ഷ, തമ്മിൽ വ്യത്യാസമുണ്ട്. സഹോദരി, നീ ഭക്തി ഉള്ളവരുടെ കൂട്ടത്തിലാണോ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ? സഹോദര, നീ ഭക്തി ഉള്ളവരുടെ കൂട്ടത്തിലാണോ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ? യേശു കർത്താവ് മാർത്താ മറിയത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ
ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ലൂക്കോസ് 10-ാം അധ്യായത്തിൽ മാർത്ത ക്രിസ്തുവിനെ വീട്ടിൽ കൈക്കൊണ്ട്, അത് അവളുടെ ഭക്തി. മറിയ യേശുവിന്റെ കാൽക്കലിരുന്ന് വചനം കേട്ട്, അതവൾ കണ്ടെടുത്ത രക്ഷ. നീ ഭക്തി ഉള്ളവനാണോ, നീ രക്ഷിക്കപ്പെട്ട ആളാണോ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായം 2-ാം വചനത്തിൽ കൊർന്നേലിയുസിനെ കുറിച്ച്, അവൻ ഭക്തൻ, പക്ഷേ രക്ഷിക്കപ്പെട്ട ആളല്ല. അവൻ ഭക്തനാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 25-ാം വചനത്തിൽ കർത്താവിന്റെ അപ്പോസ്തല ദാസൻ പത്രോസ് കൊർന്നേലിയുസിന്റെ വീട്ടിൽ വന്നപ്പോൾ കൊർന്നേലിയോസ് ഓടിച്ചെന്ന് പത്രോസിന്റെ കാൽക്കൽ വീഴുന്നു. അതാണ് ഞാൻ പറയുന്നത്, അവൻ ഭക്തനാണ്. അവൻ രക്ഷ കണ്ടിട്ടില്ല. യേശുവിൽ രക്ഷിക്കപ്പെട്ട ഒരാൾ, ഒരു മനുഷ്യന്റെ മുമ്പിൽ അവൻ രാജാവായാലും കാൽക്കൽ പോയി വീഴുവാൻ ദൈവ പൈതലിന് കിട്ടുകയേയില്ല. രക്ഷിക്കപ്പെട്ടവൻ മനുഷ്യന്റെ കാൽക്കൽ വീഴുകയില്ല. അവൻ വെറും ഭക്തനാണ്. ആകയാൽ അപ്പോസ്തല പ്രവൃത്തികൾ 11:14 കൊർന്നേലിയോസ് രക്ഷിക്കപ്പെടേണ്ടതിന് പത്രോസേ, നിന്റെ വചനം അവനെ കേൾപ്പിക്കുക. ഭക്തി വേറ്, രക്ഷ വേറ്. രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. രക്ഷിക്കപ്പെട്ടവന് യോഹന്നാൻ 16:8 നമ്മെ പഠിപ്പിക്കുന്ന ബോധമുള്ളവൻ, പാപത്തെക്കുറിച്ചുള്ള ബോധം, നീതിയെക്കുറിച്ചുള്ള ബോധം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം. എബ്രായർ 12:4 നമ്മെ പഠിപ്പിക്കുന്ന രക്ഷിക്കപ്പെട്ടവൻ പാപത്തോട് പൊരുതും. യോബ് 27:6 രക്ഷിക്കപ്പെട്ടവൻ നീതിയെ മുറുകെ പിടിക്കും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ടവൻ ന്യായവിധിക്കായി അനുദിനം ഒരുങ്ങും. രക്ഷിക്കപ്പെട്ടവനിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവനിൽ ബോധമുണ്ട്. നീ രക്ഷിക്കപ്പെട്ട കൂട്ടത്തിലോ ഭക്തന്മാരുടെ കൂട്ടത്തിലോ രക്ഷിക്കപ്പെടുക. നിന്റെ ഉള്ളിൽ ക്രിസ്തു വന്ന് വസിക്കും. ആമേൻ, ആമേൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും എന്നും ഞാൻ എന്റെ പ്രിയന, പാടും എന്നും ഞാൻ എന്റെ പ്രിയന. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. 6 രക്ഷിക്കപ്പെട്ടവൻ. പ്രസിദ്ധനായ സുവിശേഷ പ്രാസംഗികൻ D.L. മോഡി ഒരു നാൾ തന്റെ കൂട്ടത്തിൽ പങ്കെടുത്ത ഒരു പ്രസിദ്ധമായ കാബറേറ്റ് ഡാൻസറായ സ്ത്രീയോട് സുവിശേഷം അറിയിച്ചിട്ട് രക്ഷിക്കപ്പെടുവാൻ ദൈവദാസൻ ആഹ്വാനം നൽകി. അവൾ ആലോചന നിരസിച്ചില്ല. ആ നടി മറുപടി നൽകി, സർ, I have some more programs that I agreed to. Let me finish it first.
நான் வாக்கு கொடுத்த சில പ്രോഗ്രാമുകൾ ഉണ്ട്, അതൊക്കെ ആടി കളിച്ചിട്ട് ഞാൻ രക്ഷിക്കപ്പെടാം, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാമെന്ന് മറുപടി നൽകി. DL മൂടി അവൾക്ക് ആലോചന നൽകി, മകളെ, മരണം ഇന്ന് നിന്നെ കൊണ്ടുപോയാൽ നിന്റെ പ്രോഗ്രാം ആര് ആടിക്കളിക്കും? ഉടനെ അവൾ മുട്ടുകുത്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നടിയോട് DL മൂടി ചോദിച്ച്, മൈ ഡോട്ടർ, ഡോണ്ട് യു ഗോ ഫോർ ഡാൻസിങ്? നിനക്ക് അവിടെ പോയി ഡാൻസ് ആടണമെന്ന് ആഗ്രഹമില്ലേ? ആ പ്രോഗ്രാം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമില്ലേ? ആ നടി മറുപടി നൽകി, ബ്രദർ, എപ്പോൾ യേശുവിനെ എന്റെ ഉള്ളിൽ രക്ഷിതാവായി സ്വീകരിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടുവോ അപ്പോൾ തന്നെ ഡാൻസ് ആടണമെന്നുള്ള ചിന്തയും എന്നെ വിട്ട് അടന്നുപോയി. അതാണ് സൽവേഷൻ, അതാണ് രക്ഷ, അതാണ് രക്ഷ. കള്ളുകുടി എന്നുള്ള ചിന്ത അടന്നു പോകും. സിനിമ കാണണമെന്നുള്ള ചിന്ത അടന്നു പോകും. ദുഷ്ടത ചെയ്യണമെന്നുള്ള ചിന്ത അടന്നു പോകും. അതാണ് രക്ഷ. രക്ഷ നാളേക്കുള്ളതല്ല, ഇന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം. ഒരു രാജ്യത്ത് ദീർഘകാലം ഭരിച്ച ഒരു രാജാവിന് മരിക്കാൻ ആഗ്രഹമില്ല, എന്നും ജീവിച്ചിരിക്കണം. അപ്പൊ മരണത്തെ ഇയാൾ വിളിപ്പിച്ചു. ഇതൊരു സങ്കല്പ കഥയാണ്. മരണത്തെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. മരണത്തോട് രാജാവ് ഒരു ഉടമ്പടി ചെയ്ത്, മരണമേ, നാട്ടിലുള്ളവരെ എപ്പ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ, പക്ഷെ എന്നെ കൊണ്ടുപോകുവാൻ എനിക്കൊരു മുന്നറിയിപ്പ് തരണം. യെസ്, 2 പേരും ഒപ്പിട്ട് ഉടമ്പടി വന്ന്, രാജാവിനെ മരണം സന്ദർശിക്കണമെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. ഇത്തിരി വർഷങ്ങളായി മരണത്തെ കാണാനേ ഇല്ല. ഒരു നാൾ മരണമെന്ന് രാജാവിന്റെ മുമ്പിൽ നിന്ന്, നിന്നെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നു. അപ്പൊ രാജാവ് ഉടമ്പടിയെ ഓർത്ത് മരണത്തോട് പറഞ്ഞ്, നാം ഉടമ്പടി നടത്തിയതാണ്, നീ വരും മുമ്പ് എനിക്കൊരു മുന്നറിയിപ്പ് തരണമെന്ന്. അപ്പൊ മരണം പറഞ്ഞ്, നിനക്ക് എത്ര മുന്നറിയിപ്പ് ഞാൻ തന്ന്, നിനക്ക് എത്ര മുന്നറിയിപ്പ് ഞാൻ തന്ന്. ചെന്ന് കണ്ണാടിയിൽ പോയി നോക്കുക, പല്ലിനെ നോക്കുക. പണ്ട് വെളുത്ത് മുത്തുപോലെ ഇരുന്ന പല്ല് ഇന്ന് മഞ്ഞ പിടിച്ചില്ലേ? ഇതൊരു മുന്നറിയിപ്പാണ്. നിന്റെ കൊളുത്ത ശരീരത്തിന്റെ തോല് അന്ന് എന്ന് സൗന്ദര്യമായിരുന്നു, ഇന്ന് ചുരുക്ക് വീണില്ലേ? അത് ഒരു മുന്നറിയിപ്പാണ്. നീ തലമുടിയെ കണ്ണാടിയിൽ നോക്കുക, അവിടെ വെളുത്ത നരകൾ തുടങ്ങിയില്ലേ? ഇത് ഞാൻ തന്ന മുന്നറിയിപ്പാണ്. 10 മീറ്റർ ഓടി നോക്കുക, ഹൃദയം കത്തുന്നില്ലേ? പണ്ടുപോലെ ഓടാൻ പറ്റുന്നില്ലല്ലോ. ഇത് ഞാൻ നിനക്ക് തന്ന മുന്നറിയിപ്പാണ്. മരണം ഇന്ന് രാവിലെ വരും. ലൂക്കോസ് 12:20 നീ ഒരുക്കി വെച്ചത് ആർക്കാകും? സദൃശവാക്യം 27:1 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, never boast on tomorrow, നാളെ കുറിച്ച് നീ പ്രശംസിക്കരുത്. ആകയാൽ രക്ഷ ഇന്ന്. രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തു ഉള്ളവൻ. ഇന്ന് ഹൃദയത്തെ യേശുവിന് ഒഴിഞ്ഞു കൊടുത്തവൻ യേശു ഉള്ളവൻ. കൊരിന്ത് സഭയ്ക്ക് പൗലോസ് എഴുതുന്നു, examine yourself my brother and sister whether you are in faith and Christ is in you. നീ വിശ്വാസത്തിൽ തന്നെയാണോ? നിന്നിൽ യേശു ഉണ്ടോ എന്ന് നിന്നെ തന്നെ നീ ശോധന ചെയ്യുക. സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ എഴുതുന്നു, ദൈവം എന്റെ വെളിച്ചമും. ആമേൻ. ദൈവമാണ് വെളിച്ചം,
വെളിച്ചം ദൈവമല്ല. മനസ്സിലായവർ കൈകളെ ഉയർത്തുക. ചില മെഴുകുത്തിരിയും കത്തിച്ചു വെച്ചിട്ട് ദൈവം. കാറ്റ് വന്നാൽ മെഴുകുത്തിരിയാണ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവം എന്റെ വെളിച്ചം, ദൈവം എന്റെ രക്ഷ. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വചനത്തിലെ തികഞ്ഞവനായി ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും നിത്യ രക്ഷയുടെ കാരണഭൂതനായി തീർന്ന യേശു തികഞ്ഞവനായി. കഷ്ടതയിൽ തികഞ്ഞവൻ, അധികാരത്തിൽ തികഞ്ഞവൻ, നിത്യ ജീവനിൽ തികഞ്ഞവൻ. എബ്രായർ 2:10 പ്രകാരം, കൊലോസ്യർ 1:16 പ്രകാരം തികഞ്ഞവനായി തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും. The Bible says Jesus Christ is the author of eternal salvation. നിത്യ രക്ഷ നൽകുവാൻ കാരണഭൂതൻ. അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഇന്ന് ഇപ്പോൾ ഈ രക്ഷ ആദാമിന് ദൈവം വെളിപ്പെടുത്തി, തുടർന്ന് ആബ്രഹാമിന്, സക്കറിയ 9:9 തുടർന്ന് എല്ലാ യഹൂദന്മാർക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 13:26 മുതൽ യഹൂദന്മാർ ഈ രക്ഷയെ നിരസിച്ചപ്പോൾ അപ്പോസ്തലർ 28:28 പഠിപ്പിക്കുന്ന ഈ രക്ഷ നിന്നെയും എന്നെയും അന്വേഷിച്ച് കടന്നു വന്നു. ഈ രക്ഷയെ നിരസിക്കരുത്. ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം. എക്സാമിൻ യുവർസെൽഫ് വെദർ യു ആർ ഇൻ ക്രൈസ്റ്റ്. യേശുവിൽ നീ ജീവിക്കുന്നുവോ എന്ന് ശോധന ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് എഴുന്നേൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഹൃദയം തുറക്കാം, കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദി യേശുവേ, നന്ദി യേശുവേ, യേശുവേ നന്ദി. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. ഉയർത്തിയ കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്യുവേൻ. ആമേൻ, ആമേൻ. എക്സാമിൻ യുവർസെൽഫ്. നിങ്ങളിൽ ക്രിസ്തു ഉണ്ടോ എന്ന് ശോധന ചെയ്യുവേൻ. കൈകളെ ഉയർത്തി കൈകളെ തട്ടി. നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പൊട്ടിച്ചു കളയുക. ക്രിസ്തു ഹൃദയത്തിൽ ഉരുവാകട്ടെ. ആമേൻ, 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 ആമേൻ. ടീ 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 ടീ. കയ്യും കെട്ടി ഉറങ്ങി ഉറങ്ങി നിൽക്കരുത്. ഉള്ളിൽ ചൂടോട് കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് കൈകളെ ഉയർത്തി കൈകളെ തട്ടി ആരാധിപ്പീൻ. ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പീൻ. എല്ലാവരും 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 യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ. യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമപ്പ. യേശുവേ നിലവിളിക്കുക. ശബ്ദം ഉയർത്തി നിലവിളിക്കുക. ശബ്ദം ഉയർത്തി നിലവിളിക്കുക. യേശുവേ അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു.
അഭിഷേക തീ ഇറങ്ങുന്നു. നിങ്ങളിൽ അവൻ ആത്മ നിറവ് പ്രാപിക്കുക. പിതാവേ, എല്ലാരെയും നിറയ്ക്കണം, എല്ലാരെയും നിറയ്ക്കണം. Let everyone be anointed today. എല്ലാരെയും നിറയ്ക്കണം. ദൈവം എല്ലാരെയും നിറയ്ക്കണം. ഓരോ കൊച്ചു കുഞ്ഞിനെയും, ഓരോ യുവതി യുവാവിനെയും, ഓരോ അമ്മമാരെയും പിതാക്കന്മാരെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യ അഗ്നിയാൽ വാ തുറക്ക, കെട്ടുകൾ പൊട്ടട്ടെ. ഇരുന്ന് നിന്ന് ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ. വാകൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവ തേജസ് നിന്റെ മേൽ. അഭിഷേക തീ. നന്ദി, 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 നന്ദി. അങ്ങ് കടന്നു വന്നിരിക്കിയാൽ നന്ദി, അങ്ങ് കടന്നു വന്നിരിക്കിയാൽ നന്ദി. യേശുവേ, എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ. രാജ, എന്റെ ഉള്ളിൽ വരണമേ. പ്രാർത്ഥിക്ക, പ്രാർത്ഥിക്ക, പ്രാർത്ഥിക്ക. വാ തുറന്ന് നിലവിളിക്കുക, വാ തുറന്ന് നിലവിളിക്കുക, വാ തുറന്ന് നിലവിളിക്കുക, വാ തുറന്ന് നിലവിളിക്കുക. നിന്റെ ബിസിനസ്സിൽ ഒരു ഉയർച്ച, നിന്റെ കരിയറിൽ ഒരു ഉയർച്ച, നിന്റെ പഠിത്തത്തിൽ ഒരു ഉയർച്ച, നിന്റെ ഫീൽഡിൽ ഒരു പ്രൊമോഷൻ, നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു ഉണർവ്, നിന്റെ പ്രാർത്ഥനയിൽ അഭിഷേകത്തിന്റെ ഒഴുക്ക്. ടീ 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 വിട്ടുവരുക. പേയ വിട്ടുവരുക, പുണ്യവാളനെ വിട്ടുവരുക, ദുരുപദേശം വിട്ടുവരുക. യേശുവിന്റെ അടുത്ത് വരിക, കർത്താവിന്റെ അടുത്ത് വരിക. അനുഗ്രഹത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം. ആത്മ നിറവിൽ ആരാധിക്കുക. എല്ലാവരും, എല്ലാവരും, എല്ലാവരും. നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ. ഗിരിജ, 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 നിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ നോക്കുക, നോക്കുക. പുറകോട്ട് കാലിനി പടിക്കരുത്. ഗിരിജ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ തൊടുക. തീ പുറപ്പെടുന്നതാ, തീ പുറപ്പെടുന്നതാ, തീ പുറപ്പെടുന്നതാ. അസ്ഥി ക്യാൻസറുമായി മരണത്തിന് വിധിയെഴുതപ്പെട്ട ഒരു സഹോദരനെ കർത്താവ് തൊട്ട് ഇപ്പോൾ ശവിക്ക് നൽകുന്നു, ശവിക്ക് നൽകുന്നു. പരസ്യമായി സ്വാതന്ത്ര്യമായിട്ട് വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ വിടാതെ ബന്ധിച്ചിരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് പങ്കെടുക്കേണ്ട ചില വ്യക്തികളെ കർത്താവ് തുടർന്ന് പ്രതികൂല മതിലുകൾ ഇടിക്കുന്നിടാ, ഇടിക്കുന്നിടാ. ഉയരുവാൻ വിടാതെ, അനുഗ്രഹിക്കാൻ വിടാതെ ദൈവമക്കൾക്ക് വിരോധമായി വിടപ്പെട്ട അമ്പുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർന്ന് 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 പോകുന്നു. കുടുംബ ജീവിതത്തിൽ സമാധാനത്തെ കാർന്നു തിന്നുന്ന ദുഷ്ട പിശാചിന്റെ കരം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നിർമൂലമാകുന്നു. വിവാഹ തടസ്സം, ദൈവമക്കളുടെ ജീവിതത്തിൽ നന്മ നടക്കുവാൻ തടസ്സമിടുന്ന ദുഷ്ടന്റെ കരം യേശുവിൻ നാമത്തിൽ ഞാൻ തകർക്കുന്നതാ. അഭിഷേക കട്ടുകൾ മായുന്നു, കട്ടുകൾ മായുന്നു. ക്യാൻസർ ശവിക്കപ്പെടുന്നു, മുളകൾ മായുന്നിടാ, മായുന്നിടാ. പോളിയോമൈസിസ് രോഗത്തെ കർത്താവ് തൊട്ട് ഇപ്പോൾ ശവിക്കാൻ തന്നിരിക്കുന്നു.
കടൻഭാരം മായുന്നു. ആമേൻ. അഭിഷേക തീയിൽ നിറയുക. കുടുംബ സമാധാനത്തെ തകർക്കുന്ന കരം മുറിയുന്നു. ആമേൻ. നന്ദി, 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 നന്ദി യേശുവേ, നന്ദി. ടീ 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 യേശുവേ, എന്റെ ഹൃദയത്തിൽ വരണമേ. നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ ദൈവ പൈതലേ. യേശുവേ, എന്റെ ഹൃദയത്തിൽ വരണമേ, എന്റെ ഹൃദയത്തിൽ വരണമേ. അഗ്നി വ്യാപരിക്കുന്നടാ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ, കാഹളം കെട്ടിടാം. കാലമേറെ ഇല്ലല്ലോ, കാഹളം കെട്ടിടാം. കണ്ടൻ വാരാറാ, നാമും പോകാറാ. ആയ് കണ്ടൻ വാരാ, നാമും പോകാറാ. ആയ് കണ്ടൻ വാരാറാ, നാമും പോകാറാ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം തന്റെ പ്രിയ ജനമേ, നീടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ, കാഹളം നാം കെട്ടിടാം. കാലമേറെ ഇല്ലല്ലോ, കാഹളം നാം കെട്ടിടാം. കണ്ടൻ വാരാറാ, ആമേൻ, നാമും പോകാറാ. ആയ് കണ്ടൻ ടീ 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 ടീ. അഗ്നി ഇറങ്ങുന്നടാ. നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ. യേശുവിന്റെ നാമത്തിൽ വീടുടൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നാമകാവകാശമേ. ഇനി തോൽവിയില്ല, ജയം നാമകാവകാശമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുയേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.